അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ആതുര സേവന രംഗത്തും ധനവിനിമയ രംഗത്തും മലയാളികളുടെ ആത്മമിത്രം അഹല്യ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ KV ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ഗുഡ് മോർണിംഗ് രമേശ്. ഇന്ന് മാർക്കറ്റ് 16,471.83 239.29 ഉയർന്നിരിക്കുകയാണ്. ചെറിയൊരു നേട്ടം ഉണ്ടായിരിക്കുകയാണ്. മാർക്കറ്റ് വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഇപ്പോൾ അടുത്ത ഇന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ സെബിൽ ഒരു പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ പോളിസി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായ ഈ സാഹചര്യത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അത് അനുകൂലമായിട്ടുള്ള എന്തായാലും അദ്ദേഹം കുറച്ചും കൂടെ വിപ്ലവകരമായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ ചെയ്തിരുന്ന സമയത്ത് പല വിപ്ലവകരമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. വഴി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ വളരെയധികം സ്കോപ്പ് ഇനിയും ഉണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ. മാത്രമല്ല വില്ലേജുകളിൽ ഇപ്പോൾ വയർലെസ് സംവിധാനം ഉണ്ടായതുകൊണ്ട് വില്ലേജുകളിൽ എല്ലാം അത് എത്തിച്ചേർന്നതുകൊണ്ട് വളരെയധികം വികസന സാധ്യത, മറ്റെല്ലാ കാര്യങ്ങളിലും ഇതുകൊണ്ട് വികസന സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ നല്ലൊരു നയമായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുടെ ഷെയർ പ്രൈസ് ഉയരാൻ അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശമാണെങ്കിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. മറ്റൊരു സംഭവം, വളരെ ചെറിയ ഒരു വിപ്ലവം ഇന്ത്യയിലുണ്ടായി. ആകാശ് എന്ന പേരിൽ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരു ആരംഭം കുറിച്ചു കഴിഞ്ഞ അതെ $35 അതിൻ്റെ വില. ഏകദേശം 3000 ഉറുപ്പിക വില വരുന്നതാണെങ്കിലും ഗവൺമെൻറ് അത് 1750 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് ഉപയോഗിച്ച വിദ്യാർത്ഥികളിൽ നിന്നെല്ലാമുള്ള പ്രതികരണം വളരെ ആശാവഹമാണ്. ഇത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയും കമ്പ്യൂട്ടർപരമായിട്ടുള്ള നോളജ് ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവും. ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവുക, ലോകത്തെപ്പറ്റി മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവുക ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായൊരു തലമുറയെ കെട്ടിപ്പടുക്കാനുള്ള ഒരു കാൽവെപ്പാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രതിഫലനം ഒരു 10 വർഷം കൊണ്ട് നമുക്ക് ഇന്ത്യൻ ജനതയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത എത്രയോ യങ് ജനറേഷനുണ്ട്. അവരെ മുമ്പിലെല്ലാം കിട്ടുന്നത് ലോകത്തിനെ കൺമുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയാണ്. ലോകം മുഴുവൻ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിത് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പുതിയ മാറ്റങ്ങളും ഈ ആകാശിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ കാൽവെപ്പിലേക്കുള്ള ഒരു തുടക്കമായിട്ട് നമ്മൾ IT രംഗത്ത് അതുമാത്രമല്ല IT രംഗത്ത് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴ് വെറും $89 ബില്യൺ IT പ്രൊഡക്റ്റ്, പ്രത്യേകം സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ 2020 ആകുമ്പോഴേക്ക് അത് 300 ബില്യനായി ഉയർത്താനുള്ള പ്ലാനാണുള്ളത്. അപ്പോൾ അത്രയും വലിയ ഒരു കുതിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാകുമ്പോൾ ധാരാളം ജോലി സാധ്യതകൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉണ്ടാകുന്നു. ഈ ഇൻഡയറക്റ്റായിട്ട് ജോലി ഉണ്ടാകുന്നവർ കൂടി പ്രത്യേകിച്ചും ഇപ്പോഴുള്ള പല സംവിധാനം, ഇപ്പോൾ കേരളത്തിൽ തന്നെ ധാരാളം IT പാർക്കുകൾ വരികയാണ്. ഇപ്പോൾ പല പാർക്കുകളും വരുന്നത് ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. ആ പ്രദേശങ്ങൾ മുഴുവൻ ഡെവലപ്പ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഒരു IT ഉദ്യോഗസ്ഥന് ഒരു പക്ഷേ ഒരു 25,000 അതിൽ കൂടുതലോ ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട്
കുറേ ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ കൊച്ചു സംസ്ഥാനത്തിലുണ്ടാകുമ്പോൾ അവർ സ്വന്തമായിട്ട് വീടിനെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ വീടിന് ആവശ്യം വരുന്നു. അങ്ങനെ വീട് വന്നു കഴിഞ്ഞാൽ അതിൽ തൊഴിലാളികൾ ആവശ്യം വരുന്നു. അവിടെ തൊഴിൽ അവസരങ്ങൾ കൂടുതലുണ്ടാകുന്നു, വാഹനങ്ങൾ വരുന്നു. ഇങ്ങനെ ധാരാളം ഇൻഡയറക്റ്റായിട്ട് അത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യത്തിന് അത് വരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ കേരളത്തിൽ ശിലാസ്ഥാപനം കഴിഞ്ഞു. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അപ്പോൾ എന്നതുപോലെ കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച പല പദ്ധതികളുണ്ട്, അതും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടാവുന്നതിനൊപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലും 3,33,00,000 ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിൽ ഒരു IT വിപ്ലവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ IT മാർക്കറ്റിലെ ഓഹരികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതുകൊണ്ട് വളരെയധികം ചേഞ്ചസ് നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അനുകൂലമായിട്ടുള്ളൊരു കാര്യം, മഴ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2012 ലാസ്റ്റ് ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ 2013 മിഡിലാകുമ്പോഴേക്ക് മാർക്കറ്റ് ഇന്നുള്ളതിൽ നിന്ന് 16,474 കാണുന്നത് ഒരു 21-22 തോതിലേക്കൊക്കെ എത്തും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഒരു താഴോട്ടുള്ള ഗതി കണ്ടാൽ ആ ഗതി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, യൂട്ടിലൈസ് ചെയ്യുക. എന്നതുപോലെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. മാത്രമല്ല മറ്റൊരു കാര്യം ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരള ഗവൺമെൻറ് ധാരാളം ഭവനരഹിതർക്ക് വീടുണ്ടാക്കി നൽകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് വലിയ ഫിഗറല്ലാണ് ന്യൂസ് പേപ്പറിൽ കണ്ടത്. എന്നാലും അതിന് പകുതി സംഭവിക്കുകയാണെങ്കിൽ തന്നെ നാട്ടിൽ ഭൂമിക്ക് വില കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊച്ചു സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചാൽ ദോഷമില്ല. മാത്രമല്ല പലവിധ വ്യാപാര മേഖലകളിലും ഇന്ന് കേരളത്തിന് സാധ്യത വർദ്ധിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ മുഖച്ഛായ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ ഉപഭോഗം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് കൊണ്ട് ധാരാളം വ്യവസായ സാധ്യതകളും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ പ്രവാസികളായിട്ടുള്ളവർ കാര്യമായിട്ട് ചിന്തിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് അവസരമാണ് നഷ്ടപ്പെടുന്നത്. ആ അവസരം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മുൻകൂട്ടി അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ തരുണത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ന് ബർജിയിൽ 10 വർഷം, അതെ, ഒക്ടോബർ 1 ബർജിലിൻ്റെ 10 വർഷം തികഞ്ഞു അല്ലേ? അതെ. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേട്ട് കഴിഞ്ഞാൽ പലർക്കും അത്ഭുതം തോന്നും. ഞാൻ ഈ മേഖലയിലേക്ക് കയറി വന്നിട്ട് 50 വർഷം തികഞ്ഞു ഈ വർഷം. അരനൂറ്റാണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. 1961 അന്ന് വയസ്സ് പറയുമ്പോൾ ആളുകൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യും, പ്രായമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ജനിച്ചിട്ടില്ലാത്ത കാലത്ത്. അതെ, 1961 എൻ്റെ ഉമ്മ എനിക്ക് സമ്മാനിച്ച 10 ദിർഹമാണ് എൻ്റെ ലൈഫിലെ ക്യാപിറ്റൽ. 10 രൂപയാണ് എൻ്റെ ലൈഫിലെ ക്യാപിറ്റൽ. അത് വാങ്ങിച്ച് മറ്റുള്ള കുട്ടികൾ അതുകൊണ്ട് പലതും ചെയ്യുമ്പോൾ ഞാനത് വാങ്ങിച്ച് തിന്നുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തിയത് 100 നാഷണൽ സേവിങ് സ്റ്റാമ്പ് മേടിക്കാനായിരുന്നു. നേരെ പോയിട്ട് അത് വാങ്ങിയിട്ട് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്യാറ്. എല്ലാ മേഖലയിലേക്ക് കടക്കുമ്പോഴും ആദ്യം ഞാനത് പരീക്ഷിച്ചതിന് ശേഷം മറ്റുള്ളവരെ ഉപദേശിക്കാറുള്ളൂ. ഓക്കെ. അല്ല, അത് അന്ന് ഉമ്മ 10 രൂപ തന്നപ്പോൾ അങ്ങനെ ഒരു ഈ നാഷണൽ സേവിങ്സിൻ്റെ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ തോന്നിയത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഭാരത് സേവക് സമാജിൻ്റെ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. അന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ അന്ന് എല്ലാ റോഡുകളും, ആ പ്രദേശത്തെ റോഡുകളൊക്കെ വിദ്യാർത്ഥികളാണ് റോഡ് വെട്ടി ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയാണ് മറ്റുള്ളവർ വന്ന് ചരലിടുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശ്രമദാനം എന്ന് പറയും. അതെ, ഇന്ന് ശ്രമദാനം റോഡിൽ നശിപ്പിക്കലാണ്, കൺമുമ്പിൽ കണ്ടത് നശിപ്പിക്കലാണ് ഇന്നത്തെ ശ്രമദാനം. പക്ഷെ അന്ന് അതായിരുന്നില്ല. അല്ല, അന്ന് എനിക്ക് തോന്നുന്നു
ഈ അന്ന് തുടങ്ങി വെച്ച ആ ഒരു സംസ്കാരം ഏകദേശം ഒരു 70കളുടെ അവസാനം അല്ലെങ്കിൽ 80കളുടെ പകുതിയോളം നിലനിന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. ഇന്നിപ്പോൾ കയ്യിൽ